അസ്സലാമലൈക്കും കുട്ടികളെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ലിസാൻ ഖുർആനിലെ 8ാമത്തെ പാഠമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരുടെ പുസ്തകം തുറക്കും. അപ്പം നമ്മളുടെ 8ാമത്തെ പാഠത്തിൻ്റെ പേരെന്താ? അതെ, തആലൗന ഉദ്ദു എന്നാണ് അല്ലേ. അപ്പം ഈ തആലൗന ഉദ്ദു എന്നതിൻ്റെ അർത്ഥം എന്താ? ആർക്കെങ്കിലും അറിയോ? ഈ തആലൗന ഉദ്ദു എന്നതിൻ്റെ അർത്ഥം? അതെ, എല്ലാവരും വരൂ നമുക്ക് എണ്ണാം എന്നതാട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പാഠത്തിൻ്റെ ഹെഡിങ്ങിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പാഠത്തിൽ നമ്മൾ എണ്ണാനാണ് പഠിക്കുന്നത് എന്നല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് കലമും വാഹിദും എന്നാണ്. അപ്പോൾ നമുക്ക് കലമിൻ്റെ അർത്ഥം അറിയാം, പേന. പക്ഷെ ചിലവർക്ക് വാഹിദും പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്താ വാഹിദും പറഞ്ഞാൽ? ഇപ്പം മനസ്സിലായില്ലേ? വാഹിദും എന്ന് പറഞ്ഞാൽ ഒന്നാണ്. നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പറയില്ലേ? ഇംഗ്ലീഷിലാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ മലയാളത്തിലാണല്ലോ 1 2 3 4 5 6 7 8 9 10. അങ്ങനെ നമ്മൾ കുറേ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പറയും. ഇവിടെ നമ്മൾ പറയുന്നത് അറബിയിലാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിൽ എണ്ണാൻ അറിയാം, അതേപോലെ മലയാളത്തിൽ എണ്ണാൻ അറിയാം. അപ്പോൾ അറബിയിൽ എണ്ണാൻ അറിയണ്ടേ? അപ്പോൾ അതിനാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഒരു പേനക്ക് എന്താ പറയുക? കലമും വാഹിദുൻ. അപ്പോൾ 2 പേനക്കോ? 2 പേനക്ക് കലമാനി ഇസ്നാനി. അപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കലമ് എന്നുള്ളത് ആണിനാണോ പെണ്ണിനാണോ പറയാം? കലമ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആണിനാണ് കലമെന്ന് പറയാം, പെണ്ണിനാണ് കലമത്തുൻ, അങ്ങനെയല്ലേ പറയാം. ഓക്കെ, അപ്പോൾ ഈ ആണിനാണ് കലമുൻ എന്ന് പറയാം. അപ്പോൾ കലമുൻ എന്ന് പറയുമ്പോൾ നമ്മൾ 1 പേന 2 പേന 3 പേന 4 പേന 5 പേന 6 പേന ഇങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ, 1 പേനക്ക് നമ്മുടെ ആണിനാണെങ്കിൽ കലമും വാഹിദും എഴുതണം. 2 പേന ആണിനാണെങ്കിൽ കലമാനി ഇസ്നാനി എഴുതേണ്ടി വരും. 3 പേന ആണിനാണെങ്കിൽ സലാസത്തുൻ അക്ലാം എന്നാണ് കേട്ടോ എഴുതേണ്ടത്. 6 പേനക്കാണെങ്കിൽ സിത്തത്തുൻ അക്ലാം എന്നാണ്. 10 പേനക്കാണെങ്കിൽ അഷറത്തുൻ അക്ലാം എന്നാട്ടോ പറയാം. അപ്പോൾ അടുത്ത കളിയിലായിട്ട് കൊടുത്തിട്ടുള്ളത് മിദല്ലത്തുൻ വാഹിദത്തുൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ മിദല്ലത്തും പറഞ്ഞാൽ എന്താ? കൊടയാണ് കേട്ടോ. മിദല്ലത്തും പറഞ്ഞാൽ കുടയാണ്. അപ്പോൾ മിദല്ലത്തും വാഹിദത്തും ഇവിടെ. അപ്പോൾ മിദല്ലത്തും പറഞ്ഞാൽ പെണ്ണിനാലേ പറയാം, കാരണം അവിടെ താവ് കൊടുത്തിട്ടുണ്ട്. അപ്പം പെണ്ണിനാണ് മിദല്ലത്തും വാഹിദത്തും പറയാം. അപ്പം ഒരു കുടയാണെങ്കിൽ പെണ്ണിനാണെങ്കിൽ മിദല്ലത്തും വാഹിദത്തുൻ. 2 പേന പെണ്ണിനാണെങ്കിൽ 2 കുട പെണ്ണിനാണെങ്കിൽ മിദല്ലത്താനി ഇസ്നത്താനി. 3 കുട പെണ്ണിനാണെങ്കിൽ സലാസുൻ മിദല്ലാത്തിൻ. 5 പേന പെണ്ണിനാണെങ്കിൽ 5 കുട പെണ്ണിനാണെങ്കിൽ ഹംസു മിദല്ലാത്തിന്നാട്ടോ പറയാം. ഇനി 10 കുട പെണ്ണിനാണെങ്കിൽ അഷുറു മിദല്ലാത്തിൻ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പേനൻ്റെയും അതേപോലെ കുടൻ്റെയും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നതുള്ളൂ കേട്ടോ. ഇനി കുറേ സാധനങ്ങളുടെ പേരും 1 2 3 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിൻ്റെ കിതാബും വാഹിദും. കിതാബും പറഞ്ഞ ബുക്ക് അല്ലേ, വാഹിദും പറഞ്ഞാലോ 1. അപ്പോൾ ഒരു ബുക്ക്. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ സയ്യാറത്തുൻ വാഹിദത്തുൻ എന്നാണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താ പറയുക? ഒരു കാറ്. പിന്നെ കുർസിയാനി ഇസ്നാനി എന്നാണല്ലേ കൊടുത്തിട്ടുള്ളത്.
പിന്നെന്താ പറയുക, 2 കസേരകൾ. താവിലത്താനി ഇസ്നത്താനി, 2 മേശകൾ. സലാസത്തു ഔറാക്കിൻ, 3 ഇലകൾ. സലാസു ദജാജാത്തിൻ, 3 പിടക്കോഴികൾ. അർബാത്തുൻ തുല്ലാബിൻ, 4 വിദ്യാർത്ഥികൾ. പിന്നെ അർബാത്തു താലിബാത്തിൻ, 4 വിദ്യാർത്ഥിനികൾ. ഹംസത്തു കുതുബിൻ, 5 പുസ്തകങ്ങൾ. ഹംസ മുദറസാത്തിൻ, 5 അധ്യാപികമാർ. സിത്തത്തു അതിബായിൻ, 6 ഡോക്ടർമാർ. സിത്തത്തു മുമർറാത്തിൻ, 6 നേഴ്സുമാർ. സബഅത്തു തുയൂറിൻ, 7 പക്ഷികൾ. സബഉ നആമത്തിൻ, 7 ഒട്ടക പക്ഷികൾ. സമാനിയത്തു ഉറൂദിൻ, 8 പനിനീർ പുഷ്പങ്ങൾ. സമാനി ദറാജാത്തിൻ, 8 സൈക്കിളുകൾ. തിസ്അത്തു ഔവാനിൻ, 9 നിറങ്ങൾ. തിസ്ഉ ബനാത്തിൻ, 9 പെൺകുട്ടികൾ. അശറത്തു ദുകൂരിൻ, 10 പുരുഷന്മാർ. അഷറു സബൂറാത്തിൻ, 10 ബോർഡുകൾ. ഓക്കെ, അപ്പം മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ നമ്മൾ എന്താ ഇപ്പോൾ പഠിച്ചത്? 1, 2, 3, 4 എന്ന് അറബിയിൽ പഠിക്കാനാണല്ലേ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ, എന്താ പറയുക, കുത്തുബിന് എന്താ അവിടെ എന്താ കൊടുക്കുക? നമ്മളിവിടെ എന്താ പറയുക, പേനയാണെങ്കിൽ എന്തായിരുന്നു കൊടുത്തീന്? സലാസത്തു അക്ലാമിന്നല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരിക? സലാസത്തു കുത്തുബിന്ന് കൊടുക്കാം അല്ലേ. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് ഹംസത്തു കുത്തുബിൻ കൊടുക്കാം. അതേപോലെ എന്താ പറയുക, സബഅത്തു കുത്തുബിൻ കൊടുക്കുക. ഓക്കെ, പിന്നെ സബഅത്തു തുയൂറിൻ കൊടുക്കുക. സബഅത്തു എന്നുള്ള ഇവിടെ തുയൂറിൻ കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ കുർസി അല്ലെങ്കിൽ നമുക്ക് അവിടെ ഉറൂദിൻ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ഹംസു ഡാഷ്, അപ്പോൾ അവിടെ എന്താ കൊടുക്കുക? അവിടെ നമുക്ക് മുദരിസാത്തിൻ കൊടുക്കാം അല്ലേ. പിന്നെ ഡാഷ് ബക്കറാത്തിൻ, അവിടെ നമുക്ക് അർബഉ തിസ്ഉ ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലായോ പാഠം? ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാഠം എത്ര ഉള്ളൂ. അപ്പോൾ അടുത്ത പാഠമായിട്ട് ഞാൻ വീണ്ടും വരാം.